കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ വിഷയത്തിൽ സാങ്കേതികമായ അന്വേഷണം ആരംഭിച്ചുവെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. സാങ്കേതികമായ പരിശോധന നടന്നാൽ മാത്രമേ കൃത്യമായ കാര്യം പറയാൻ സാധിക്കൂവെന്നും മന്ത്രി. 2 കേസുകളിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തുന്നുണ്ടെന്നും സമഗ്രമായ അന്വേഷണം പോലീസ് നടത്തുമെന്നും മന്ത്രി വീണ ജോർജ് പ്രതികരിച്ചു. മരണം സംബന്ധിച്ച മെഡിക്കൽ സംഘം അന്വേഷിക്കും. മരണം പുക ഉയർന്നതുമായി ബന്ധപ്പെട്ടല്ല എന്ന് പ്രിൻസിപ്പൽ വ്യക്തമാക്കിയിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവന്നാൽ മാത്രമേ മരണകാരണം കൃത്യമായി പറയാൻ സാധിക്കൂവെന്നും മന്ത്രി. മെഡിക്കൽ കോളേജിൽ ഇന്നലെ രാത്രി ഉണ്ടായ സംഭവത്തെ സംബന്ധിച്ച് സാങ്കേതികമായിട്ടുള്ള അന്വേഷണം ആരംഭിച്ചു. ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിൻ്റെ അന്വേഷണം നടക്കുകയാണ്. PWD ഇലക്ട്രിക്കൽ വിഭാഗം പ്രാഥമികമായിട്ടുള്ള ഒരു അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. ഇത് കൂടാതെ പോലീസിൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമായി ഫോറൻസിക് പരിശോധന അവിടെ നടക്കുകയാണ്. ഈ സംഭവമുണ്ടായ MRI മെഷീൻ്റെ UPS റൂമിൽ ഉൾപ്പെടെ ഫോറൻസിക് ടീം ഇപ്പോൾ പരിശോധന നടത്തുന്നുണ്ട്. ഇതുകൂടാതെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 2 കേസുകളാണ്. ഒന്ന് അസ്വാഭാവിക മരണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കേസുണ്ട്. 2 ഈ ഒരു തീപിടുത്തവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കേസ് എടുത്തിട്ടുണ്ട്. ഇത് കൂടാതെ ഇവിടെ ആ സമയത്ത് ഉണ്ടായ മരണങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് 5 മരണങ്ങളാണ് വിദഗ്ധമായിട്ടുള്ള ഒരു മെഡിക്കൽ സംഘം അന്വേഷിക്കുന്നതാണ്. വിവരങ്ങളുമായി ചേതൻ സാജൻ കൂടി ചേരുന്നുണ്ട്. ചേതൻ, നിലവിൽ അവിടെ ഇപ്പോൾ ഫോറൻസിക് പരിശോധന നടക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ രീതിയിലുമുള്ള ഒരു സാങ്കേതിക അന്വേഷണവും നടക്കുന്നുണ്ട്. മറ്റു വിവരങ്ങൾ എങ്ങനെ? അതേ വർഷ ഈ മെഡിക്കൽ കോളേജിൽ ഉണ്ടായ ഈ പുക ഉയർന്ന സാഹചര്യം വിലയിരുത്താൻ ഇപ്പോൾ ഇവിടെ 2 അന്വേഷണമാണ് പ്രധാനമായും മുന്നോട്ട് പോകുന്നത്. ഒന്ന് സാങ്കേതികമായ അന്വേഷണമാണ്. ഇപ്പോൾ ഇവിടെ ഈ പുക ഉയർന്ന ഈ MRI സ്കാനിങ് സെൻറ്റർ സമീപത്തുള്ള UPS യൂണിറ്റിൽ അവിടെ ഫോറൻസിക് പരിശോധന ഇപ്പോൾ നിലവിൽ പുരോഗമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സമാന്തരമായി പോലീസ് അന്വേഷണം, അതുപോലെ തന്നെ ഈ മെഡിക്കൽ സംഘത്തിൻ്റെ അന്വേഷണമൊക്കെ പുരോഗമിക്കുന്നുണ്ട്. പ്രധാനമായും ഈ വിഷയത്തിൽ ഇപ്പോൾ 2 കേസുകളാണ് പോലീസ് എടുത്തിരിക്കുന്നത്. ഒന്ന് അസ്വാഭാവിക മരണത്തിനും അതുപോലെ തന്നെ ഈ പുക ഉയർന്ന തീപിടുത്തമുണ്ടായ സംഭവത്തിനുമാണ് പോലീസ് പ്രധാനമായും അന്വേഷണം മുൻപോട്ട് പോകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് വിവാദമുണ്ടാക്കാനുള്ള ചില പ്രതിപക്ഷത്തിൻ്റെ ശ്രമമൊക്കെ നമ്മൾ കണ്ടു. അതായത് ഈ സമയം 5ഓളം മരണം ഉണ്ടായിട്ടുണ്ട്. പക്ഷെങ്കിൽ ഇന്ന് ഈ വിഷയം ആരോഗ്യമന്ത്രി വീണ ജോർജ് മെഡിക്കൽ കോളേജിൽ എത്തുകയും സ്ഥിതികളൊക്കെ വിലയിരുത്തുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷം മാധ്യമങ്ങളെ കണ്ടിട്ടുണ്ടായിരുന്നു. അദ്ദേഹം പ്രധാനമായും പറഞ്ഞത് ഈ സമയത്ത് 5 മരണമാണ് സംഭവിച്ചത്. അതിലൊന്ന് ബ്രോഡ് ഡെത്ത് ആയിരുന്നു. അതായത് ആ വ്യക്തി ഇവിടെ എത്തുമ്പോൾ തന്നെ മരണം സംഭവിച്ചിരുന്നു. പക്ഷെങ്കിൽ അത്തരമൊരു മരണം അസ്വാഭാവിക മരണമായതിനാൽ ഈ വിഷയം അല്ലാത്തൊരു വിഷയമായിക്കൂടി അസ്വാഭാവിക മരണമായതിനാൽ അതിൻ്റെ ആ കേസിലും പോസ്റ്റ്മോർട്ടം നടത്തും. ഒപ്പം തന്നെ മറ്റ് 4 വിഷയം, അതിലൊന്ന് ഒരു ലിവർ പേഷ്യൻ്റാണ്, ഒന്ന് ക്യാൻസർ പേഷ്യൻ്റുണ്ട്, ന്യൂമോണിയ ബാധിച്ച് മരിച്ച വ്യക്തിയുണ്ട്. ഇവരുടെയൊക്കെ ഇതിൽ 2 കേസുകളാണ് പരാതി ഉയർന്നിരിക്കുന്നത്. ഈ കാര്യത്തിലാണ് പോസ്റ്റ്മോർട്ടം നടത്തുക. പക്ഷേങ്കിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ 4 മരണം സംഭവിച്ചല്ല, ഈ 2 മരണം കൂടിയും നാളെ ഒരു പരാതി ഇല്ലാതിരിക്കാൻ വേണ്ടി മുഴുവൻ മൃതദേഹങ്ങളും പോസ്റ്റ്മോർട്ടം നടത്താനാണ് ആശുപത്രി സംഘം തീരുമാനിച്ചത്. ഇപ്പോൾ ഇവിടെ ഈ ഇലക്ട്രിക്കൽ ഡയറക്ടറേറ്റ് അധികൃതരുടെ പരിശോധന നടക്കുന്നുണ്ട്. ഇത്തരം പുക ഉയരാനുള്ള സാഹചര്യം എങ്ങനെയുണ്ട് എന്നുള്ള പരിശോധന നടക്കുന്നുണ്ട്. അത് മാത്രമല്ല ഈ കെട്ടിടം മുഴുവൻ ഇപ്പോൾ ബന്ധിപ്പിച്ചിരിക്കുകയാണ്. മറ്റൊരു പഴയ ബ്ലോക്കിലേക്ക് ഈ കാഷ്വാലിറ്റി സംവിധാനം മാറ്റി പുനഃക്രമീകരിക്കാനുള്ള എല്ലാ നടപടികളും പുരോഗമിക്കുന്നുണ്ട്. ഇതിൻ്റെ ഭാഗമായി ഇവിടുന്ന് ഷിഫ്റ്റിംഗ് ഇവാക്വേഷൻ പ്രോസസ്സൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. DYFIയുടെ യൂത്ത് ബ്രിഗേഡിലെ അംഗങ്ങളും ഇതിനു വേണ്ടി സഹായിച്ചിട്ടുണ്ട്. ഏതായാലും ഈ വിഷയം വലിയ രീതിയിൽ ഒരു പ്രതിപക്ഷം മുതലെടുക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നു. പ്രധാനമായും ഈ പുക ഉയർന്നതിനാലാണ് ഈ മരണങ്ങളൊക്കെ സംഭവിച്ചിരിക്കുന്നത് എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇത് പൂർണ്ണമായും ആശുപത്രി അധികൃതർ തള്ളുകയാണ്. ഈ സംഭവം നടന്ന ഉടനെ തന്നെ, അതായത് ഇന്നലെ രാത്രി 7:30 കൂടിയാണ് ഇത്തരമൊരു അത്യാഹിതം ഇവിടെ സംഭവിക്കുന്നത്. ഒരു 9:30 ആകുമ്പോൾ ശേഷം സ്ഥിതിഗതികളൊക്കെ ശാന്തമായ ശേഷം ഈ മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പൽ ഡോക്ടർ സജീത് കുമാർ മാധ്യമങ്ങളെ കണ്ടിരുന്നു. അദ്ദേഹം പറഞ്ഞത് ആശങ്കപ്പെടാനുള്ള ഒരു സാഹചര്യമൊന്നുമില്ല. ഈ മരണം സംഭവിച്ചത് പുക ഉയരുന്ന
ഉയർന്നത് കൊണ്ടല്ല പുകയുയർന്നത്. അവരുടെ ആരോഗ്യനില ആദ്യമേ മോശമായിരുന്നു. ഏതായാലും ഈ വിഷയത്തിൽ അന്തിമ പോസ്റ്റ്മോർട്ടം ഫലം വന്നാൽ മാത്രമേ നമുക്ക് ഇവരുടെ മരണം എങ്ങനെ സംഭവിച്ചു എന്നുള്ള ശാസ്ത്രീയമായ ഫലം നമുക്ക് പറയാൻ സാധിക്കുള്ളൂ. വർഷ. ശരി ചേതൻ, സംഭവത്തിൽ ദ്വിതല അന്വേഷണം ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മാത്രമല്ല പുക ഉയർന്നതാണ് മരണ കാരണം എന്നുള്ള ചില വിവാദങ്ങൾ സൃഷ്ടിക്കാനുള്ള ചിലരുടെ ശ്രമങ്ങൾ അത് ആശുപത്രി അധികൃതരടക്കം തള്ളിയ സാഹചര്യമുണ്ട്. നിലവിൽ ഇപ്പോൾ അവിടെ ഫോറൻസിക് പരിശോധന നടക്കുന്നുണ്ട്. ആ നിലയിൽ സാങ്കേതികമായ എല്ലാ തരത്തിലുമുള്ള അന്വേഷണം നടക്കുമെന്നും ഇപ്പോൾ ആരോഗ്യമന്ത്രി പ്രതികരിച്ചിട്ടുണ്ട്. വിവരങ്ങളാണ് ചേതൻ സാജൻ നൽകി.